കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിലെ കവർച്ചയിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മനയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടിയിലേറെ രൂപയുമാണ് കവർന്നത്. 3 അംഗ സംഘമാണ് കവർച്ചയ്ക്കെത്തിയത്. അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിൽ വിവാഹത്തിന് പോയതായിരുന്നു. വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. അതവര് ഇന്നലെ 9:30 മണിക്ക് രാത്രി വരുന്ന സമയത്ത് കണ്ടതാണ്. വീട് തുറന്ന നേരം ഇത് കളവ് പോയിന്നാണ് മനസ്സിലായി. ഏകദേശം ഉണ്ടായിട്ടുണ്ടാവും. അത് കണക്ക് നോക്കിയാലും ശരിക്കും കറക്റ്റ് മനസ്സിലാവും. അത് സാധാരണ എല്ലാ കളക്ഷനും വരുന്നതാണ്. അത് വന്നതിനെ പിറ്റേന്ന് ബാങ്കിലേക്ക് അടക്കും. അപ്പൊ ഇവർ ചൊവ്വാഴ്ച ഒറ്റ രാവിലെ പോകുന്നതുകൊണ്ട് അടക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായിരിക്കും സാധാരണ ബാങ്കിൽ ഇത് അവരെ മകളതുണ്ട്, പിന്നെ മകന്റെ ഭാര്യൻ്റെ ഇതുണ്ട്, പിന്നെ പെങ്ങളതുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത്രയും പൈസയും സ്വർണ്ണമെല്ലാം അവിടെ ഉണ്ട് എങ്ങനെയാണ്, ആർക്കാണ് അറിയില്ല, അങ്ങനെ എന്തെങ്കിലും? അതിപ്പം അറിയില്ല എന്താണെന്നെ സംശയങ്ങളൊന്നുമില്ല. ഇല്ല. ബുധനാഴ്ച തന്നെയാണ് ബുധനാഴ്ച ആയിരിക്കും പോയിട്ടുണ്ടാവാം. അവള് ചൊവ്വാഴ്ച രാവിലെ ഇവരെ പോകുന്നത്. അപ്പൊ ഇവര് CCTVയിൽ അവരെന്തോ ടൈം കാണുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 4 മണി അങ്ങനെ എന്തോ പോലീസ് പറയുന്നത് കേട്ടത്. ടീം നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് അനുസരിച്ച് ബാക്കി നടപടി എടുക്കും. എന്തെങ്കിലും ഫൈൻഡിങ്സ് ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടി എടുക്കും. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടി എടുക്കും. അർജുൻ, ആസൂത്രിതമായ കവർച്ചയാണ് വളപട്ടണം മന്നയിൽ നടന്നത്. അരി മൊത്ത വ്യാപാരിയായ KP അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയും കവർന്നിട്ടുള്ളത്. അഷ്റഫും കുടുംബവും 19-ന് വീട് പൂട്ടി മധുരയിൽ സുഹൃത്തിന്റെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി പോയതായിരുന്നു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ഈ കുടുംബം തിരിച്ചെത്തിയത്. അടുക്കള ഭാഗത്തെ ഗ്രിൽസ് മുറിച്ചു മാറ്റിയാണ് ഈ മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. കിടപ്പ് മുറിയിലെ അലമാറയിൽ നിന്ന് ലോക്കറിന്റെ താക്കോലും എടുത്താണ് ഈ സ്വർണവും പണവും കവർച്ച ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 3 പേരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. കവർച്ചയ്ക്ക് എത്തിയവർ ഈ മതിൽ ചാടി കടക്കുന്നതിന്റെ ഒരു അവ്യക്തമായ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീട്ടിലെ CCTVയിൽ മുഖം പതിയാതിരിക്കാൻ ഈ പ്രതികൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു. CCTVയുടെ ദിശ മാറ്റിയും മൂടിയും സമർത്ഥമായാണ് പ്രതികൾ നീങ്ങിയത്. വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷ്, SI-മാരായ TM വിപിൻ, P. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഈ കവർച്ച നടന്നത് എന്നാണ് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. 19-ന് രാത്രി മുതലുള്ള ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ഈ സമീപത്തെ വളപട്ടണം മുതൽ മന്ന ആ ഭാഗത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. വൻ കവർച്ചാ സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് നിഗമനം. ഒരു ആസൂത്രിതമായ ഒരു കവർച്ച എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ACP TK രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ തന്നെ ഇതിന് നിയോഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാടിനെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കവർച്ചയാണ് വളപട്ടണം മന്നയിൽ നടന്നിട്ടുള്ളത്. 300 പവനും 1 കോടിയോളം രൂപയുമാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇത്രയും അധികം പണം ഈ അഷ്റഫ് വീട്ടിൽ സൂക്ഷിച്ചത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്.